കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. നമ്മളെ കണക്കിലെ ചുരുക്കെഴുത്ത് എന്നുള്ള ചാപ്റ്റർ ഈ ഒരു എക്സാമിനുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ ബോർഡിൽ കാണുന്നുണ്ടായിരിക്കുക. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതും നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരിക്കും. സോ ഈ രീതിയിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടായിരിക്കുക. അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കാണുന്നുണ്ട്. സോ സിമ്പിൾ ചോദ്യമാണ്, നമുക്ക് ചെയ്ത് നോക്കാം. Write the following statement in algebraic form. താഴെ തന്നിരിക്കുന്ന സെന്റൻസിനെ ബീജഗണിത രൂപത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞത്. A number multiplied by 5 and then added to 10. ഏതോ ഒരു നമ്പർ നമുക്കറിയില്ല. സോ നമുക്ക് അറിയാത്ത നമ്പറിനെ എക്സ് ആയോ വൈ ആയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വേരിയബിൾ ആയിട്ട് ചൂസ് ചെയ്യാം. സോ ഞാനിവിടെ എക്സ് ആണ് എടുക്കുന്നത്. സോ എക്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എക്സിന്റെ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 5x. അതിനോട് 10 കൂട്ടി എന്ന് പറഞ്ഞാൽ 5x + 10 ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെന്റൻസിനെ, ഒരു സംഖ്യ 5 കൊണ്ട് ഗുണിച്ച് 10 കൂട്ടുക എന്നുള്ള സെന്റൻസിനെ ചുരുക്കി എഴുതാം. 5x + 10. അതുപോലെ അടുത്ത് നോക്കിക്കേ, ഒരു സംഖ്യയുടെ ഇരട്ടി 4 കൊണ്ട് കൂട്ടി എന്നാണ് പറഞ്ഞത്. Twice a number reduced by 4. Twice a number 2x, 2 ഇരട്ടി. അതിൽ നിന്ന് 4 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, -4 എന്ന് എഴുതാം. സോ നിങ്ങൾ കൃത്യമായിട്ടൊരു സെന്റൻസിനെ എന്ത് ചെയ്യാടാ, ഇതുപോലെ മാറ്റി ചുരുക്കി എഴുതാൻ പഠിക്കാം. സോ അടുത്ത ബി ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഇനി പറയുന്നവ ചുരുക്കി എഴുതുക എന്നാണ് പറഞ്ഞത്. സോ ആദ്യത്തെ നമ്പർ എന്താണെടാ, 12 + 8 -5. അതുപോലെ അടുത്തത് 20 - 6.5 + 3.5. അപ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ എ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. എ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി ഉത്തരം കണ്ടുപിടിക്കാം. ഇതിൽ ബി ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു എടാ, 20 - 6.5 + 3.5 ആണ് തന്നത്. +3.5. സോ ഇതിനെ എനിക്ക് മാറ്റി എഴുതാം അല്ലെ. ഇത് x - y + z എന്നുള്ള രീതിയിലാണ്. സോ ഇതിനെ മാറ്റി എനിക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, നിങ്ങൾ പഠിച്ചതാണ്. എനിക്ക് എങ്ങനെ എഴുതാം ഇതിനെ, 6.5ൽ നിന്നും 3.5 ആദ്യം എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. എന്തിനാ ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പോയിന്റ് വൈസ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും മൈനസ് ചെയ്യാൻ സിമ്പിൾ, ഏറ്റവും എളുപ്പം അതായിരിക്കും അല്ലെ. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. 6.5ൽ നിന്ന് 3.5 എന്ത് ചെയ്തു, ആദ്യം മൈനസ് ചെയ്തു. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിന് നിങ്ങൾ 20ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഇതിനെ മാറ്റി എഴുതാം എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. x - y + z എന്ന് പറഞ്ഞാൽ x - y - z ആണ്. പഠിച്ചിട്ടുള്ള കാര്യമാണ്, പോയിന്റ് ആണ്. സോ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. ചെയ്ത് നോക്കിക്ക് എന്താ വരിക, 20 - 6.5ൽ നിന്ന് 3.5 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 3 എന്ന് കിട്ടിയിട്ടുണ്ടാവും. 20 - 3 എന്ന് പറഞ്ഞാൽ 17 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ എ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. പക്ഷെ അവിടെ സിമ്പിൾ മാറ്റം ഉണ്ട് കേട്ടോ. ഇത് x + y - z എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ അതൊക്കെ നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന കാര്യമാണ്, അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്ത കാര്യമാണ്. എന്തായാലും അതിന്റെ ആൻസർ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാ. കൂടാതെ എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു പുതിയ കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പം എൻഡ് ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സോ എൻഡ് ഗെയിം ബാച്ചിൽ ഇതുപോലെ എക്സാമിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. എന്തായാലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ സൈലം നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് ഒരു മിനി മാരത്തോൺ ഉണ്ട്, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും അല്ലെ. അപ്പൊ എക്സാം അടുപ്പിച്ച് നമുക്ക് മിനി മാരത്തോണും മെഗാ മാരത്തോണും ഒക്കെ ഉണ്ട്, അതൊന്നും മിസ് ചെയ്യരുത്. സോ ഇന്നത്തെ മിനി മാരത്തോണിൽ ഞാനും നിങ്ങളെ സ്വന്തം VGR സാറും AD സാറും വരുന്നുണ്ടായിരിക്കും. സോ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ, ബൈ ബൈ.